ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം ശക്തി പരാശക്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ. ഇന്ന് നമുക്ക് ശിവപുരാണത്തിൻ്റെ അധ്യായം 14 പറയാനുള്ളത്. അപ്പോൾ അധ്യായം 14 പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് കുറച്ച് പേരൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ വലുതായിട്ട് ഒരുപാട് പേരൊന്നും വരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത്, എനിക്ക് അപ്പോൾ അത് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ള ഭക്തി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊന്നും കാണാൻ ആരും കാണില്ല. പക്ഷെ അല്ലാതെയുള്ള എന്താ പറയുക, അല്ലാതെയുള്ള പലതരത്തിലുള്ള വീഡിയോസ് കാണാനും അത് സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മുടെ ഭക്തി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ചും ട്രഡീഷണലായിട്ട് വന്നൊരു കുട്ടി പറയുമ്പോൾ അത് കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളത് അതൊരു വലിയ സത്യമാണ്. അതിൽ എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അങ്ങനെയല്ല, കുറച്ച് പേരെങ്കിലും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് പേരെങ്കിലും ആ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ജ്ഞാനം ഉദിക്കട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ലൈവിൽ വരുന്നത്, ഇങ്ങനെ ഭക്തി കാര്യം പറഞ്ഞു വരുന്നതും ഭഗവാന്റെ ശിവപുരാണം പറഞ്ഞു വരുന്നത്. പക്ഷെ അത് ഇഷ്ടമുള്ളവർ വരിക എന്നുള്ള, എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ളവർ വരിക, കാണുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരാളെങ്കിലും ലൈക്ക് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ അത് മറ്റ് കുറച്ച് പേർക്കും കൂടെയെങ്കിലും ഒക്കെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് ആരെയും നിർബന്ധിച്ച് പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഇത് കാണണം, നിർബന്ധമായിട്ടും കാണണം, അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയൊന്നും എനിക്കില്ല. ഇഷ്ടമുള്ളവർ കാണാം. അതിപ്പോൾ ഒരാളാണെങ്കിൽ ഒരാൾ അത് മതി. അതല്ല, ഇനി ആരും കണ്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ല. 0 വ്യൂവേഴ്സേ ഉള്ളൂ, 0 ലൈക്കേ ഉള്ളൂ എന്ന് വെച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പലരും പല പല ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ശിവപുരാണം ആരും പറയുന്നില്ല എന്ന് പറഞ്ഞു ഒരു പരാതി വന്നു. അപ്പം ഭഗവാന്റെ തന്നെ ഇതാണ് ശിവഭഗവാൻ എന്നും പറയുന്നത്. വൈഷ്ണവരിൽ പരമഭക്തനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. ശൈവത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനം ശിവഭഗവാന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും വിചാരിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ. ഇപ്പം സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ സിനിമാ മേഖലയിൽ മാത്രമല്ല, പല തൊഴിൽ മേഖലകളിലും ഇങ്ങനെയുള്ള കോഴിത്തരങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ആരും അറിയുന്നില്ല, എല്ലാവരും മറച്ചു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് തൊഴിൽ ചെയ്തല്ലേ പറ്റൂ, അതുകൊണ്ട് പലരും അത് സഹിച്ചൊക്കെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. തൊഴിൽ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. കലികാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത അത്രയും പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഈ കലികാലം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു ജന്മം അവസാനിച്ചു കഴിയുമ്പോൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഭഗവാനിലേക്ക് ഒരു അഭയം, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ഒരു സേവകനായിട്ടോ സേവകയായിട്ടോ ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ പണ്ട് മുതൽക്കുള്ള ഋഷിവര്യന്മാരൊക്കെ എഴുതിയ ഇങ്ങനെയുള്ള ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം, ശിവപുരാണം, അതുപോലെ പിന്നെ ഗരുഡ പുരാണം, അങ്ങനെയൊക്കെ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ദേവീമാഹാത്മ്യം, അങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായതെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യനെ ഈ ദുരിതങ്ങളിൽ നിന്ന്, ഈ ഭൂമിയിലെ ദുരിതങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചിട്ട് ഭഗവാനിലേക്ക്, ആ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വെറുതെ വന്ന് പാട്ട് പാടി ഡാൻസ് കളിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പല രീതിയിലുള്ള വീഡിയോസ് ഇട്ട് കോപ്രായങ്ങൾ കാണിച്ച് പോകുന്നതിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം കുറച്ച് പേരെങ്കിലും വേണം ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് കേൾക്കാൻ കുറച്ച് പേരെങ്കിലും വേണം എന്നുള്ള ഒരു മനസ്ഥിതി ഉള്ളതുകൊണ്ട്, അത്രയും സങ്കടം ഉള്ളതുകൊണ്ട് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പം ഇഷ്ടമുള്ളവർ വരിക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് എത്ര പേർക്ക് ഇത് കാണിച്ച് ഇത് കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ, നിങ്ങൾക്കും ഇതുപോലെ ക്ലാസ് എടുത്ത് കൊടുക്കാം, അതൊക്കെ കഴിയുമോ, നിങ്ങൾക്ക് നേർവഴിക്ക് നയിക്കാൻ കഴിയുമോ, അത് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലൂടെയാണ് നമുക്ക് ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ഇത് കർത്തവ്യം എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത് ഭഗവത് സാക്ഷാത്കാരമാണ്. ആ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടുമ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്. ആ സത്യം, ആ പരമമായിട്ടുള്ള സത്യം എപ്പോൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നോ അപ്പോൾ അവിടെയാണ് ആ മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഈ ഭൗതികമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്, ഇതൊന്നുമല്ല. മനുഷ്യൻ മനുഷ്യനായിട്ട് ജന്മം എടുക്കുന്നത് തന്നെ ആ ഭഗവാനിലുള്ള ആ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള പരമമായിട്ടുള്ള സത്യം എന്ന് തിരിച്ചറിയുന്നോ അന്നാണ് ആ മനുഷ്യൻ ഏതിലേക്ക് പോകുന്ന, ആ സത്യത്തിലേക്ക്, ആ നന്മയിലേക്ക്, ആ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നത്. അന്നാണ് ആ മനുഷ്യനാണെന്നുള്ളതിന് ഒരർത്ഥം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാരെയും ദൈവം സഹായിക്കട്ടെ, ഭഗവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം ഭഗവാനും ഭഗവതിയും ഒക്കെ തരട്ടെ. അങ്ങനെ എല്ലാവർക്കും ആ ഒരു ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് അധ്യായം 14 പാർവതി ദേവിയുടെ ഘോര തപസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അധ്യായം ഭാഗം 14 പാർവതിയുടെ ഘോര തപസ്. അപ്പൊ ഞാൻ വായിക്കാം കേട്ടോ. മഹാനായ നാരദ മഹർഷിയുടെ സാത്വികോപദേശവും പ്രവചനവും മാനസക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച പാർവതി ദേവി ബ്രഹ്മനിശ്ചയപ്രകാരം മഹാദേവനെ പ്രീതിപ്പെടുത്താൻ തക്കവിധത്തിൽ ഘോര തപസ് അനുഷ്ഠിക്കാൻ നിശ്ചയം ചെയ്തു. സഖിമാരായ ജയവിജയ എന്നിവരോടൊപ്പം പിതൃസവിധത്തിൽ എത്തി അദ്ദേഹത്തോട് ശിവനെ തപസ് ചെയ്യാനുള്ള അനുമതി ചോദിച്ചു. അലംഘനീയമായ അനുമതി ചോദിച്ചു. ബ്രഹ്മനിശ്ചയം കാലേക്കൂട്ടി അറിയാൻ കഴിഞ്ഞതിനാൽ ഹിമവാൻ സന്തോഷസമേതനായി പുത്രിയെ അനുഗ്രഹിച്ചു. പിന്നെ ദേവി പാർവതി മേനയുടെ സമീപം എത്തി. മകളോടുള്ള അതീവ വാത്സല്യത്താൽ അവളെ ഘോരവനത്തിൽ തപസ് അനുഷ്ഠിക്കാൻ പോകാൻ അനുവാദം നൽകിയില്ല. വാത്സല്യനിധിയായ ഓമന മകളെ പിരിഞ്ഞിരിക്കുക എന്നത് മേനയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിഷയമായിരുന്നു. എന്നാൽ പാർവതിയുടെ തീവ്ര ദുഃഖം ആ മാതൃഹൃദയത്തെ തളർത്തി. ആദിസ്വരൂപിണിയുടെ അംശമായ ദേവി പരബ്രഹ്മമായ സദാശിവനോട് ചേരാൻ ആഗ്രഹിച്ച് തപസ്സിന് പോകുന്നതിൽ നിന്നും വിലക്കുന്നത് മൂലം മഹാവിപത്തുകൾ വന്നു ചേരുമെന്നറിഞ്ഞ മേന പുത്രിയുടെ ആഗ്രഹത്തിന് അനുവാദം നൽകി. അങ്ങനെ സന്തുഷ്ടയായ പാർവതി ഭഗവാൻ മഹേശ്വരനെ ധ്യാനിച്ചു തുടങ്ങി. അങ്ങനെ പാർവതി ദേവി മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് കഠിനമായിട്ടുള്ള തപസ് എടുക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ വനത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ദേവിയുടെ അമ്മയോട് മേനയോട് അനുവാദം ചോദിക്കുകയാണ്. അങ്ങനെ മേന പാർവതി ദേവിക്ക് ആ തപസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, കാണുന്നുണ്ട്. ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷെ ആരും തന്നെ കുറച്ച് പേര്, അതിൽ കാണുന്ന കുറച്ച് പേര് മാത്രമേ ലൈക്കൊക്കെ ചെയ്യുന്നുള്ളൂ. എത്ര പേര് കാണുന്നുണ്ടോ അത്രയും പേരൊന്ന് ലൈക്ക് ചെയ്താൽ കുറച്ച് സന്തോഷമായിരുന്നു, കുറച്ച് ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം എത്ര പേരെ കണ്ടേന്ന് എനിക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് ഒരാള് ലൈക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഒരുപാട് പേരിലേക്ക് എത്തുമല്ലോ. അങ്ങനെ അത്രയും പേരെങ്കിലും കൂടെ രക്ഷപ്പെടുന്നെങ്കിൽ, അത്രയും പേർക്കും കൂടെ നന്മ വരുന്നെങ്കിൽ വരട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ആടയാഭരണങ്ങൾ വെടിഞ്ഞ് മരവുരി ധരിച്ച് മാറിൽ മാൻതോൽ ചുറ്റി താപസ കന്യകയുടെ വേഷത്തിൽ ദേവി ഗംഗോത്രിയിൽ എത്തിച്ചേർന്നു. ഒരിക്കൽ ശ്രീ പരമേശ്വരൻ തന്റെ തൃക്കണ്ണിന്റെ ശക്തി കൊണ്ട് കാമദേവനെ ദഹിപ്പിച്ച സ്ഥലമാണ് ഗംഗോത്രി. അപ്പം ഗംഗോത്രി എന്ന് പറയുന്നത് പണ്ട് ശിവഭഗവാൻ തന്റെ തൃക്കണ്ണുകൊണ്ട് ആരെ ഭസ്മീകരിച്ച കാമദേവനെ ദഹിപ്പിച്ച സ്ഥലമാണ് ഗംഗോത്രി എന്ന് പറയുന്നത്. അവിടെ ഇരുന്ന് ഗൗരി ശിവനെ തപസ് അനുഷ്ഠിച്ചതിനാൽ ഗൗരി തീർത്ഥം എന്ന നാമധേയത്തിൽ ആ സ്ഥലം പുകൾപ്പെട്ടു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് പാർവതി ദേവി ശിവഭഗവാന് തപസ് അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഗൗരി തീർത്ഥം എന്ന പേര് നാമധേയം പുകൾപ്പെടുകയാണ്, ആ പേരിൽ അറിയപ്പെടുകയാണ്. കടിഞ്ഞാണില്ലാത്ത അലയുന്ന അശ്വങ്ങളെ പോലെയുള്ള ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാൻ ദേവിക്ക് അധികനാൾ വേണ്ടി വന്നില്ല. മുനിമാർക്ക് പോലും ദുഷ്കരമായ വിധത്തിലുള്ള കഠിന തപസ്സിൽ ദേവി തന്റെ മാനസോദ്യാനത്തെ ലയിപ്പിച്ചു ചേർത്തു.
വേനൽക്കാലത്ത് അഗ്നികുണ്ഡത്തിന്റെ മധ്യഭാഗത്തു നിന്നാണ് ഗൗരി തപമനുഷ്ഠിച്ചത്. വർഷകാലങ്ങളിൽ സ്ഥിരാസനത്തിലിരുന്നാണ് ദേവി ധ്യാനത്തിൽ മുഴുകിയത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞുകട്ടയുടെ പുറത്തിരുന്നാണ് ജഗദംബിക നാരദൻ ഉപദേശിച്ചു കൊടുത്ത പഞ്ചാക്ഷരി മന്ത്രം ഉപാസിച്ചത്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ധ്യാനസ്ഥിതി തിവിട്ടുണർന്ന് പർവ്വതങ്ങളിൽ ചുറ്റിക്കറങ്ങുന്ന വേളയിൽ ദേവി തന്റെ പുണ്യഹസ്തങ്ങൾ കൊണ്ട് നട്ടുപിടിപ്പിച്ച വൃക്ഷലതാദികൾക്ക് ജലം പകരുകയും അവയെ താലോലിക്കുകയും ചെയ്തു പോന്നു. പരിശുദ്ധിയുടെ ജ്യോതിസായ ആ തന്നി ആശ്രമത്തിൽ അതിഥികളായി എത്തുന്ന സാത്വികരെ സ്വീകരിച്ച് ആരാധിച്ചിരുത്തി. ഉപദേശങ്ങൾ ആരായുന്നതിലും താല്പര്യം കാണിച്ചിരുന്നു. പ്രകൃതിദേവിയുടെ പ്രതിഭാസങ്ങളായ കാറ്റ്, മഴ, ശൈത്യം തുടങ്ങിയവ ഗൗരീദേവിക്ക് വളരെ പെട്ടെന്ന് അതിജീവിക്കാൻ കഴിഞ്ഞതോടെ ഭഗവാൻ ശ്രീശങ്കരനിൽ തന്നെ മനസ്സ് ചേർത്തുകൊണ്ട് ധ്യാനനിരതയാകുവാൻ കഴിഞ്ഞു. ധ്യാന നിമഗ്നയായിരുന്ന കാലത്ത് കുറേ വർഷം ബലമൂലാദികളും പിന്നെ പത്രങ്ങളും മാത്രം ഭക്ഷിച്ചു പോന്നു. പക്ഷേ എല്ലാം വ്യക്തമായി യഥാസമയം തന്നെ അറിയുന്ന ശ്രീശങ്കരൻ ദേവിയിൽ പ്രസാദിച്ചില്ല. എന്നാൽ ദേവിയുടെ നിശ്ചയം പാറ പോലെ ദൃഢമായിരുന്നു. പിന്നെ നിരാഹാര ആയിട്ടാണ് ഇതുവരെ തന്റെ തപോവ്രതം തുടർന്നത്. ആഹാരത്തിൽ ഇല പോലും ഉപേക്ഷിച്ചു കൊണ്ടുള്ള തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് അപർണ എന്ന നാമധേയവും കൂടി വന്നു ചേർന്നു. വർഷങ്ങൾക്കു ശേഷം ശിവൻ പ്രസാദിക്കാത്തതിനാൽ ഒറ്റക്കാലിൽ നിന്ന് പഞ്ചാക്ഷരി മന്ത്രം ഉരുക്കഴിച്ചു കൊണ്ടുള്ള തപസ്സാണ് തുടർന്നത്. ക്രമേണ ദേവിയുടെ അഴകാർന്ന കാർക്കൂന്തൽ ജടയായി മാറി. ഇത്തരത്തിൽ 3000 വർഷങ്ങൾ ഭൂതകാലത്തിലേക്ക് മറഞ്ഞു. ആർഷവിധിക്ക് യാതൊരു ന്യൂനതയും വരുത്താതെ തപസ്സിലേർപ്പെട്ടു. ഭഗവാൻ ശ്രീ ശങ്കരൻ പ്രസാദിക്കാത്തതിൽ ദേവിയുടെ മാനസദർപ്പണത്തിൽ വിഷാദഭാവം പ്രകടമായി. ദേവിയുടെ അകതാരിൽ ചിന്താപുഷ്പങ്ങൾ അങ്കുരിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവി അത്രയും വർഷങ്ങളായിട്ട് കഠിന തപസ്സെടുക്കുകയാണ്. അവസാനം ദേവി ഒറ്റക്കാലിൽ തപസ് നിന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തപസ് ചെയ്യുകയാണ്. പക്ഷേ ഇത്രയൊക്കെ തപസ് ചെയ്തിട്ടും ശിവഭഗവാൻ അതിലൊന്നും തന്നെ പ്രസന്നനാവുന്നില്ല. കാരുണ്യത്തിന്റെ നിർദീപമായ ശ്രീശങ്കരനെ ധ്യാനിക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. വ്രതാനുഷ്ഠാനങ്ങളിൽ പാലിക്കേണ്ടതായ പൂർവ്വവിധികളൊന്നും തന്നെ താൻ തെറ്റിച്ചിട്ടില്ല. എല്ലാം അറിയുന്ന പരമ്പൊരുളായ ഭഗവാൻ തന്റെ കഠിന തപസ്സിനെ കുറിച്ചറിയാതിരിക്കുന്നത് എന്തിനാണ്? അല്ലയോ ജഗദീശ്വര, അങ്ങ് ഈ ദാസിയുടെ മുന്നിൽ എന്തുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത്? വേദങ്ങളും മുനിമാരും സദാ അങ്ങയുടെ മഹാത്മ്യങ്ങളെക്കുറിച്ച് വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. സർവേശ്വരനും നിർവികാരനുമായ അങ്ങ് ദിവ്യപ്രസാദം ഭക്തരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന കാരുണ്യമൂർത്തിയായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. നിഷ്കാമമായ ഭക്തർക്ക് ആഗ്രഹിക്കുന്ന വരങ്ങൾ നൽകി അവരെ ദിവ്യാമൃതം നുകരാൻ തക്കവിധത്തിൽ യോഗ്യരാക്കി തീർക്കുന്ന അങ്ങയിൽ അനുരക്തയായിരിക്കുന്ന എന്നിൽ അവിടുത്തെ കൃപാകടാക്ഷം ചൊരിയാത്തത് എന്താണ്? സത്യദർശനങ്ങളുടെ അറിയാവുന്ന മഹാനായ നാരദ മഹർഷി ഉപദേശിച്ചു തന്ന ദിവ്യമായ പഞ്ചാക്ഷരി മന്ത്രം അനവരതം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഈ ദാസിക്ക് ദർശനമരുളുവാൻ വൈകുന്നത് എന്താണ്? ശ്രീ ശങ്കര ഭഗവാൻ മനോക്ഷേത്രത്തിൽ സംതൃപ്തിയുടെ അഷ്ടൈശ്വര്യ കുസുമങ്ങൾ വിരിക്കുവാൻ പര്യാപ്തമാകും വിധത്തിൽ ഞാൻ നിർവികാരയായി ഭജിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹാദേവൻ എന്നിൽ പ്രസാദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ദേവി പറയുകയാണ്, ഇത്രയും ഞാൻ കഠിനമായിട്ട് ഘോരമായിട്ടുള്ള തപസ്സാണ് ഭഗവാനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. എന്നിട്ട് കൂടി അതിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷനാവാത്തത്? എന്തുകൊണ്ടാണ് ഭഗവാൻ എന്നിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവാത്തത്, എനിക്ക് ആ വരം തരാത്തത് എന്ന് വിചാരിച്ച് ദേവി വളരെയധികം വിലപിക്കുകയാണ്. ഇപ്രകാരം ചിന്തനം ചെയ്ത പാർവതീദേവി ജഡാവൽക്കധാരണിയായി കീഴ്പോട്ടാക്കിയ വദനബിംബത്തോടെയും അത്യുഗ്രമായ തപസ് തുടർന്നു. ദേവിയുടെ ഘോര തപസ്സിന്റെ കാഠിന്യം മൂലം ലോകം മുഴുവൻ നിശ്ചലമായി തീർന്നു. പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭഗവാൻ ദേവിക്ക് ദർശനം നൽകാൻ തയ്യാറായതേയില്ല. ജീവജാലങ്ങളെല്ലാം ദുഃഖിതരായി. ഒടുവിൽ സംഭവഗതിയുടെ ഗൗരവം മനസ്സിലാക്കിയ ഹിമവാൻ, മേന, മേരു, മന്ദരാചലം തുടങ്ങിയവർ ദേവിയെ തപസ്സിൽ നിന്നും പിന്തിരിയാൻ വളരെ പ്രേരിപ്പിച്ചുവെങ്കിലും അതെല്ലാം നിഷ്ഫലമായി തീർന്നു. പാർവതി പറഞ്ഞു, ഹേ പിതാശ്രീ, എന്റെ നിശ്ചയത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റം ഒരിക്കലും സംഭവിക്കുന്നതല്ല. എന്ത് കാര്യസിദ്ധിക്ക് വേണ്ടിയാണോ ഞാൻ ഈ കഠിനതപം അനുഷ്ഠിക്കുന്നത്, അത് കൈവരിക്കാതെയുള്ള മടക്കയാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും പാപവും ദയനീയവുമാണ്. ഭക്തവത്സലനായ ജഗദീശ്വരൻ എന്നിൽ വിരക്തനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അന്ധകരണത്തിൽ സംപ്രീതിയുടെ നിറദീപം പ്രകാശിക്കുന്ന നാൾ വരെ ഞാൻ ഈ തപോവ്രതം തുടർന്നുകൊണ്ടേയിരിക്കും.
അതുകൊണ്ട് പുണ്യവതിയായ മാതേ, കഠിന പരീക്ഷണങ്ങൾക്ക് ഞാൻ വിധേയയായി ആകേണ്ടി വന്നാലും എൻ്റെ മനസ്സിൽ വിടർന്ന ആഗ്രഹത്തിന്റെ മുകളം വിരയിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സന്തോഷ സമേതരായി പൂജിതരായ നിങ്ങൾ എല്ലാവരും മടങ്ങിപ്പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദേവി അതിൽ നിന്നും ദേവിയുടെ ആ കഠിന നിശ്ചയമാണ്, താൻ തപസ് അനുഷ്ഠിക്കുക തന്നെ ചെയ്യും എന്നുള്ള ദേവിയുടെ ആ കഠിന ഇതുകൊണ്ടാണ് ദേവി പറയുകയാണ്, ഒരിക്കലും ഞാൻ ഈ തപസ് അവസാനിപ്പിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ മടങ്ങിപ്പൊയ്ക്കൊള്ളൂ എന്ന് പറയുകയാണ്. പാർവതിയുടെ നിശ്ചയം അലംഘനീയവും അനിർദ്ദേശ്യവും ദൃഢതരവുമാണെന്നറിഞ്ഞ ഹിമവാനും മറ്റുള്ളവരും വിസ്മയഭരിതരായി തീരുകയാണ് ഉണ്ടായത്. ഇനിയും പാർവതിയെ തപസ്സിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിക്കുന്നത് അർദ്ധശൂന്യമാണെന്നറിഞ്ഞ് അവർ മടങ്ങിപ്പോയി. പാർവതി വീണ്ടും കഠിനമായ തപോവൃത്തി കൈക്കൊണ്ടു. ദേവന്മാരും മുനിമാരും അസുരന്മാരും മാനവരും തുടങ്ങി ത്രിലോകങ്ങളിലുമുള്ള സകല ജീവജാലങ്ങളും വിഷാദഗ്രസ്തരായി തീർന്നു. സകലരുടെയും ജീവിതക്രമം താളം തെറ്റുകയും അവർ കഷ്ടത്തിലാവുകയും ചെയ്തു. ഇന്ദ്രാദി ദേവന്മാർ സപ്ത ഋഷികളെ വരുത്തി പ്രശ്നപരിഹാരം ആരാഞ്ഞു. ഗുരുവന്ദ്യനായ ബൃഹസ്പതി നിർദ്ദേശപ്രകാരം ദേവന്മാർ ബ്രഹ്മദേവനെ കാണാൻ പോയി. ദേവന്മാർ വിധാതാവിനെ സ്തുതിച്ചതിനു ശേഷം അവരുടെ സങ്കടം ഉണർത്തിച്ചു. അങ്ങനെ ദേവന്മാർക്ക് പോലും ഈ ഒരു ഇതില് ദേവി ഇങ്ങനെ തപസ് ചെയ്യുന്നത് കൊണ്ട് ദേവലോകങ്ങളിലും എല്ലാ ലോകങ്ങളിലും തന്നെ വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അവര് ബ്രഹ്മദേവന്റെ അടുത്ത് പോയിട്ട് ദേവന്മാര് പറയുകയാണ്, പ്രഭോ, ജീവജാലങ്ങളെല്ലാം സന്താപത്തിന്റെ ഗർത്തത്തിൽ പതിച്ചിരിക്കുകയാണ്. കാരണം അറിയാനാണ് അവിടത്തെ ദർശിക്കാൻ ഞങ്ങൾ വന്നത്. ഉടൻ തന്നെ ലോക ഖിന്നതയ്ക്കുള്ള കാരണം കണ്ടെത്തി അവയ്ക്കുള്ള പരിഹാരം ചെയ്യണം. സദാശിവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, ദേവന്മാരെ, നിങ്ങൾ മാത്രമല്ല ദുഃഖിതരായി കഴിയുന്നത്, നാമും താപത്താൽ വിഷമിക്കുകയാണ്. ഗിരികന്യകയായ പാർവതിയുടെ കഠിന തപം മൂലമാണ് നാം ദുഃഖത്തിൽപ്പെട്ടത്. ഇതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ നമുക്കാവില്ല. അതിനാൽ നമുക്ക് ശ്രീഹരിയെ കാണാൻ വൈകുണ്ഠത്തിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോ ബ്രഹ്മാവ് പറയാണ്, പാർവതി ദേവിയുടെ കഠിനമായിട്ടുള്ള തപസ് കണ്ടിട്ട് എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ വിവരം നമുക്ക് വൈകുണ്ഠത്തിൽ പോയിട്ട് വൈകുണ്ഠാധിപതിയായിട്ടുള്ള വിഷ്ണു ഭഗവാനോട് നാരായണനോട് പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ അവര് വിഷ്ണു ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ബ്രഹ്മാവിനോടൊപ്പം ദേവന്മാർ വൈകുണ്ഠത്തിലെത്തി. വിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. അദ്ദേഹം അല്പനേരം ധ്യാന നിമഗ്നനായിരുന്നതിനു ശേഷം ദേവന്മാരോടായി പറഞ്ഞു, നിങ്ങൾ ദേവന്മാർ ഇപ്പോൾ നമ്മെ കാണാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് നാം അറിയുന്നുണ്ട്. പാർവതി അനേകം വർഷങ്ങളായി കഠിന തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇനിയും ദേവിയിൽ സംപ്രീതനായി വരപ്രസാദം കനിഞ്ഞു നൽകിയിട്ടില്ല. എന്നാൽ നിങ്ങളുടെ സന്താപനാശനത്തിനുള്ള പരിഹാരം ശ്രീ മഹേശ്വരനാണ് നിർവഹിക്കേണ്ടത്. ആയതിനാൽ നമുക്കുടനെ കൈലാസത്തിലേക്ക് പോകണം. ഗിരിജയെ പാണിഗ്രഹണം ചെയ്യാൻ ദയുണ്ടാകണമെന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. വിനാഗധാരിയായ സദാശിവൻ ശിവയ്ക്ക് വരം കൊടുത്ത് അനുഗ്രഹിച്ചാൽ മാത്രമേ ഈ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാകൂ. ഭയകമ്പിതരായ ദേവന്മാർ പറഞ്ഞു, മഹാപ്രഭോ, മഹാകോപിയായ രുദ്രഭഗവാൻ ഘോര തപസ്സിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കാലാഗ്നിക്ക് തുല്യം ജ്വലിക്കുന്ന അദ്ദേഹത്തെ ദർശിക്കുന്നത് മഹാഭാഗ്യമാണെങ്കിലും എങ്ങനെയാണ് നാം ധൈര്യസമേതം അവിടെ എത്തുന്നത്? കന്ദർപ്പനുണ്ടായ അനുഭവം നമുക്കും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. അതുകൊണ്ട് രുദ്രദേവനെ സമീപിക്കാൻ ഞങ്ങൾക്ക് ഭയമുണ്ട്. അപ്പോ വിഷ്ണു ഭഗവാൻ പറയാണ്, എല്ലാ ദേവന്മാരും കൂടി ചെന്ന് ശിവഭഗവാനെ കാണണം. എന്നിട്ട് ശിവഭഗവാന്റെ തപസ് അവസാനിപ്പിച്ചിട്ട് ഗിരിജയെ, അതായത് പാർവതി ദേവിയെ സ്വീകരിക്കാൻ പറയണമെന്ന് പറയുകയാണ്. അപ്പോൾ ദേവന്മാർ പറയുകയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ശിവഭഗവാനെ പോയി കണ്ടിട്ട് അങ്ങനെ ഒരു കാര്യം പറയേണ്ടത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാൻ ആ കന്ദർപ്പനെ, അതായത് കാമദേവനെ ഭസ്മമാക്കി കളഞ്ഞില്ലേ, അതുപോലെ ഞങ്ങളെയും ഭസ്മമാക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ദേവന്മാരുടെ വാക്കുകൾ ശ്രവിച്ച ഭഗവാൻ വിഷ്ണു മന്ദഹാസത്തിന്റെ ചെറുപുഷ്പം അധരങ്ങളിൽ അണിയിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ദേവന്മാരെ, അദ്ദേഹം നിങ്ങൾ കരുതുന്നത് പോലെ ക്ഷിപ്രകോപിയൊന്നുമല്ല, മുൻകോപിയാണെന്നത് പരമാർത്ഥം തന്നെ. എന്നാൽ നാം ഇപ്പോൾ പോകുന്നത് മഹത്തായ ഒരു കാര്യം നിർവഹിക്കണമെന്ന പ്രാർത്ഥനയുമായിട്ടാണ്. മാത്രമല്ല അദ്ദേഹം ദേവന്മാരുടെ ദേവനാണ്. അദ്ദേഹം പരമമായ കാരുണ്യത്തിന്റെ അദ്വൈത ജ്യോതിസാണ്. അങ്ങനെയുള്ള ജഗദീശ്വരൻ നമ്മെ ദഹിപ്പിച്ചു കളയുമെന്ന് ശങ്കിക്കുന്നത് ഉചിതമല്ല. സർവ്വവിധ മംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന സർവേശ്വരൻ മഹായോഗിയും പരമാത്മ സ്വരൂപനുമാണ്. അങ്ങനെ ശ്രീഹരിയുടെ സാന്ത്വന വാക്കുകളിൽ സംപ്രീതരായി തീർന്ന ദേവന്മാർക്ക് തെല്ലൊരാശ്വാസം തോന്നി. അവർ വിഷ്ണു ഭഗവാനോടൊപ്പം വളരെ കരുതലോടെ സദാശിവന്റെ തിരുസന്നിധിയിലെത്തി. മാർഗമധ്യേ അവർ ഗിരിജാദേവി ശിവനെ തപസ്സനുഷ്ഠിക്കുന്ന ആശ്രമവും ദർശിച്ചു. ആ ദേവന്മാർ ഗിരികന്യകയെ നമസ്കരിച്ചുകൊണ്ട് വിനയാന്വിതരായി ചോദിച്ചു,
ശൈലനന്ദിനി, ദേവിയുടെ ഈ കഠിന തപം എന്തു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് പറയാൻ ദയുണ്ടാകണേ. അപ്പൊ ദേവന്മാര് ദേവിയോട് ചോദിക്കുകയാണ്, അവിടുന്ന് എന്തിനാണ് ഇങ്ങനെ കഠിന തപസ് അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് പാർവതി ദേവി പറഞ്ഞു, അല്ലയോ ശ്രീഹരി, ബ്രഹ്മദേവ, എന്ത് ലക്ഷ്യം സാർത്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ തപസ് അനുഷ്ഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാത്തവയല്ല. നാരദമുനിയുടെ പ്രേരണ അനുസരിച്ചാണ് ഞാൻ ഈ കഠിന തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ശ്രീ പരമേശ്വരനെ പതിയായി ലഭിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം സഫലമാകുക തന്നെ വേണം. ദേവിയുടെ ഭക്തിയും വിശ്വാസവും എത്ര ദൃഢമാണെന്നറിയാൻ ദേവന്മാർ പല പരീക്ഷണങ്ങളും നടത്തി. ശിവനെ കുറിച്ചവർ ധാരാളം ആക്ഷേപ വാക്കുകൾ പറഞ്ഞു. അതൊന്നും ചെവിക്കൊള്ളാൻ ദേവി ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, കോപാകുലയാകുകയും ചെയ്തു. പാർവതിയുടെ ഭക്തിയിലും ഉറച്ച തീരുമാനത്തിലും സന്തുഷ്ടരായ ദേവന്മാരും സപ്ത ഋഷികളും ഗൗരിയെ അനുഗ്രഹിച്ച ശേഷം രുദ്രഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ അവർ ആദ്യം നാരദനെയാണ് ഭഗവാനെ ദർശിക്കാനും കാര്യഗൗരവം അറിയിക്കാനും നിയോഗിച്ചത്. ആ ശ്രീ പരമേശ്വരന്റെ മനോഗതം ശ്രവിച്ച നാരദമുനി മടങ്ങി വന്ന ദേവന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാൻ പ്രസന്നവദ ബിംബത്തോടെ യോഗാസനത്തിൽ ഇരിക്കുകയായിരുന്നു. വിഷ്ണു തുടങ്ങിയ ദേവന്മാർ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. എന്നാൽ യോഗനിദ്ര വിട്ടുണരുകയോ ദേവന്മാരെ ദർശിക്കുകയോ ഭഗവാൻ ചെയ്തില്ല. ദേവന്മാരുടെ സ്തുതി കേട്ട നന്ദികേശൻ ഭഗവാന്റെ അടുത്തു ചെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ബ്രഹ്മാവും ദേവന്മാരെ എല്ലാവരും കൂടി ചേർന്ന് കൈലാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നാരദമുനിയെയാണ് ഭഗവാന്റെ അടുത്തേക്ക് വിടുന്നത് ആദ്യമേ. അപ്പോൾ ഭഗവാൻ ഉണരുന്നില്ല. അങ്ങനെ ദേവന്മാരെല്ലാവരും വന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ടും ഭഗവാൻ ഉണരുന്നില്ല. അപ്പോ എന്ത് ചെയ്യുകയാണ്? നന്ദികേശൻ, ശിവഭഗവാന്റെ ഏറ്റവും അടുത്ത സേവകനായിട്ടുള്ള നന്ദികേശൻ അവിടെ നിന്നിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ദേവാദിദേവനായ മഹാപ്രഭോ, അങ്ങ് ഭക്തവത്സലനും കാരുണ്യത്തിന്റെ ആത്മജ്യോതിസുമാണല്ലോ. വിഷ്ണുവും ബ്രഹ്മാവും ദേവന്മാരും മുനിമാരും എല്ലാം അത്യധികം വ്യസനത്തോടെ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. അവരുടെ ഉള്ളു തുറന്നുള്ള പ്രാർത്ഥന കേൾക്കാൻ ദയയുണ്ടാവണേ. നന്ദികേശന്റെ ഭക്തി നിർഭരമായ അഭ്യർത്ഥന കേട്ട ശ്രീ ശങ്കരൻ തന്റെ ധ്യാന ദൃഷ്ടികൾ മെല്ലെ തുറന്നു. അങ്ങനെ തന്റെ തിരുസന്നിധിയിൽ നമ്രശിരസ്കരും കൂപ്പുകൈകളുമായി നിൽക്കുന്ന ദേവന്മാരെ അദ്ദേഹം ഒന്ന് വീക്ഷിച്ചു. എന്നിട്ട് താണസ്വരത്തിൽ പറഞ്ഞു, ഹേ വിഷ്ണു, ബ്രഹ്മദേവ, നിങ്ങൾ ദേവന്മാരും ഋഷിമാരും ഒന്നടങ്കം നമ്മെ കാണാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വേഗം പറയൂ. വിഷ്ണു ഭഗവാൻ വിനയാന്വിത ഭാവത്തോടെ പറഞ്ഞു. അപ്പം വിഷ്ണു ഭഗവാൻ പറയുകയാണ്, മഹാദേവ, അങ്ങയോട് ഞങ്ങൾക്കുള്ള സങ്കടം അറിയിക്കാനാണ് എത്തിച്ചേർന്നത്. താരകാസുരന്റെ ആക്രമണം അസഹനീയമായി തീർന്നിരിക്കുന്നു. ഇന്ദ്രലോകം അവൻ തന്റെ കൈയൂക്കുകൊണ്ട് കീഴടക്കുകയും ദേവന്മാരെ വിരട്ടി ഓടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും അവൻ പാപകർമ്മം തുടരുകയാണ്. അങ്ങയുടെ ഓരസ പുത്രനെ കൊണ്ട് മാത്രമേ അവന്റെ അന്ത്യം കഴിക്കാൻ കഴിയൂ. ഈ സത്യം അവിടത്തെ തിരുമുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഞങ്ങൾ ദേവന്മാരും മുനിമാരും എത്തിയിരിക്കുന്നത്. ദേവന്മാർക്കും മുനിമാർക്കും വന്ന് ഭവിച്ചിരിക്കുന്ന മഹാവിപത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ അവിടുന്ന് ഉടനെ വേണ്ടത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പോ ഭഗവാനോട് പറയുകയാണ്, താരകാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള അസുരനുണ്ട്. ആ അസുരൻ നമ്മുടെ ലോകങ്ങളെല്ലാം അടക്കി വാണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ അസുരനെ വധിക്കണമെങ്കിൽ ആ അസുരൻ ഒരു വരം ചോദിച്ചിട്ടുണ്ട്. മഹാദേവന്റെ പുത്രന് മാത്രമേ ആ അസുരനെ വധിക്കാൻ പാടുള്ളൂ എന്നുള്ള വരം. അതുകൊണ്ട് ഭഗവാൻ തീർച്ചയായിട്ടും വിവാഹത്തിന് തയ്യാറാവണം. അങ്ങനെ ഭഗവാനിൽ ജനിക്കുന്ന പുത്രന് മാത്രമേ ഈ ദുഷ്ടനായിട്ടുള്ള താരകാസുരനെ വധിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ദേവന്മാരെയെല്ലാം രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയാണ്. ശ്രീഹരിയുടെ കാര്യമാത്ര പ്രസക്തമായ അഭ്യർത്ഥന കേട്ട ശ്രീ ശങ്കരൻ പറഞ്ഞു, കാര്യങ്ങളുടെ ഗൗരവം നാം ശരിക്കും അറിയുന്നുണ്ട്. സർവാംഗ സുന്ദരിയായ ഗിരികന്യകയെ നാം പാണിഗ്രഹണം ചെയ്യുന്നതോടെ ദേവന്മാരുടെ ദുഃഖം അകന്നു പോകും. നാം കാമദേവനെ ദഹിപ്പിച്ചതിലൂടെ ദേവന്മാർക്കും വളരെയധികം കാര്യസിദ്ധി ഉണ്ടായിട്ടുള്ളതായി നമുക്കറിയാം. നാം എപ്രകാരം ഒറ്റയ്ക്കിരുന്ന് തപസ് അനുഷ്ഠിക്കുന്നുവോ അതുപോലെ നിങ്ങളും ഒറ്റയ്ക്ക് വസിച്ച് അത്യന്തം ദുഷ്കരവും ഉത്തമവുമായ തപസ്സിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. ഇവിടെ കാമദേവനെ ദഹിപ്പിച്ച ഒരു കഥ ഈ ശിവപുരാണത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ സിനിമാ രംഗത്തുള്ള കാമകേളികളൊക്കെ അവസാനിച്ചത്. അതൊക്കെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നത്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസിദ്ധരുടെയൊക്കെ പേര് വന്നതിൽ സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. അങ്ങനെ വലിയൊരു ഇഷ്യൂ ഇതിലുണ്ട്. അപ്പം ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ശിവഭഗവാനെ ആരാധിക്കുന്നെന്ന് പറഞ്ഞാൽ കൺട്രോളിങ് പവറാണ്. ഭഗവാൻ അത്രയും ശുദ്ധനാണ്.
അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മനസ്സിലുള്ള ആ കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങളാണ് നമ്മുടെ മനുഷ്യരുടെ നാശത്തിന് തന്നെ കാരണഭൂതമാകുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാമക്രോധ, ലോഭ, മോഹങ്ങളൊക്കെ നമ്മൾ അടക്കുക എന്നുള്ളതാണ്. അതൊക്കെ അടക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇനി അങ്ങോട്ട് പോകുന്തോറും ആയാലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഭഗവാനെ ഭജിച്ചിട്ട് ഭഗവത് സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് വേണം എല്ലാവരും ശ്രമിക്കേണ്ടത്. ഈ ഭൂമിയിൽ ഇനി എങ്ങനെ ജനിച്ച് എങ്ങനെയുള്ള ജീവിതമാണെന്നുണ്ടെങ്കിലും ശരി തന്നെ വളരെയധികം കഷ്ടപ്പാട്, ദുഃഖങ്ങൾ, ദുരിതങ്ങളായിരിക്കും നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ. അപ്പം ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴാണ് നല്ലവർക്ക് പോലും പെൺകുട്ടികളെ നോക്കാൻ തന്നെ ഭയമാകുന്നത്, പേടിയാവുന്നത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓം നമഃ ശിവായ. അങ്ങനെ നാം എപ്രകാരം ഒറ്റയ്ക്കിരുന്ന് തപസ് അനുഷ്ഠിക്കുന്നുവോ അതുപോലെ നിങ്ങളും ഒറ്റയ്ക്ക് വസിച്ച് അത്യന്തം ദുഷ്കരവും ഉത്തമവുമായ തപസ്സിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. നരകപ്രാപ്തി ലഭിക്കേണ്ടവരായ ദേവന്മാർ കന്ദർപ്പന്റെ അഭാവം മൂലം സമാധിയിലൂടെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് നിർവികാരരായി തീരട്ടെ. കാമത്തിൽ നിന്നാണ് ക്രോധം ജനിക്കുന്നത്. ക്രോധം മൂലം മോഹം ജനിക്കുകയും അങ്ങനെ അപൂർവമായ തപസിദ്ധി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ക്രോധം വെടിഞ്ഞ് കഠിന തപസ്സിൽ ഏർപ്പെടുകയാണ് നല്ലത്. അപ്പം തപസ്സിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടാത്ത രണ്ട് കാര്യങ്ങളാണ് കാമവും ക്രോധവും എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തപസ് പൂർത്തിയാക്കാൻ കഴിയില്ല, നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ അടക്കുക എന്നുള്ളതാണ്. അതിനാണ് കൺട്രോളിങ് പവർ. ഭഗവാനെ ഓം നമഃ ശിവായ നമ്മൾ പറഞ്ഞ ആ ഒരു യോഗയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഒരു കൺട്രോളിങ് പവറും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരോടും പറയുന്നത് യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യാന്ന് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇത്രയും സാത്വികോപദേശങ്ങൾ നൽകിയ ശേഷം ശ്രീ പരമേശ്വരൻ ദേവന്മാർക്ക് നിഷ്കാമ കർമ്മത്തിന്റെ രഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഭഗവാൻ വീണ്ടും ധ്യാനനിരതനായി. വിഷ്ണുവും ദേവന്മാരും വീണ്ടും ഭഗവാനെ സ്തുതിക്കുകയും വിഷാദത്താൽ ബാഷ്പാകുല നേത്രരായി തീരുകയും ചെയ്തു. നന്ദികേശന്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ വീണ്ടും ദൃഷ്ടികൾ തുറക്കുകയും സന്തോഷത്തോടെ കൃപാകടാക്ഷം ചൊരിയുകയും ചെയ്തു. എന്നിട്ട് മന്ദഹാസത്തോടെ ചോദിച്ചു, ഹേ വിഷ്ണു, അങ്ങ് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഈ നിൽക്കുന്ന ദേവന്മാരെയും മുനിമാരെയും നമ്മുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് തുറന്നു പറയൂ. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അല്ലയോ മഹേശ്വര, പരബ്രഹ്മ സ്വരൂപനും നിർവികാരനുമായ അങ്ങ് അറിയാത്തതായിട്ടൊന്നും തന്നെ ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഒന്നും അറിയാത്തതുപോലെ അങ്ങ് ഭാവിക്കുകയാണ്. താരകാസുരൻ ബ്രഹ്മദേവനെ തപസ്സിലൂടെ പ്രീതിപ്പെടുത്തി അങ്ങേക്ക് പാർവതിയിൽ ജനിക്കുന്ന പുത്രനെ കൊണ്ട് മാത്രമേ അവന് മരണം സംഭവിക്കുകയുള്ളൂ എന്ന വരം നേടിയിരിക്കുകയാണ്. ഇക്കാരണത്താൽ ത്രിലോകങ്ങളെ മുഴുവനും വിറപ്പിച്ചുകൊണ്ടവൻ അടക്കി വാഴുകയാണ്. അതുകൊണ്ട് പാർവതിക്ക് വരം നൽകി അങ്ങ് പാണിഗ്രഹണം ചെയ്യണം. അങ്ങയുടെ വിവാഹഘോഷം കാണാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. മഹാപ്രഭോ, അങ്ങ് കൈക്കൊണ്ട പ്രതിജ്ഞ നിറവേറ്റാൻ ദയുണ്ടാകണമേ. അങ്ങനെ ദേവന്മാര് ഭഗവാനോട് അത്രയും താണുകേണ് അപേക്ഷിക്കുകയാണ്. കാരണം ഭഗവാന്റെയും പാർവതീദേവിയുടെയും പുത്രന് മാത്രമേ ആ ദുഷ്ടനായിട്ടുള്ള താരകാസുരനെ വധിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. വൈകുണ്ഠനാഥന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ഭഗവാന്റെ പൊന്നതിരങ്ങളിൽ ദിവ്യശോഭ പരത്തുന്ന ഒരു ചെറുപുഞ്ചിരിയുടെ ജ്യോതിസ് കളിയാടി. ആനന്ദാതിരകത്തോടെ ശ്രീ ശങ്കരൻ പ്രതിവചിച്ചു. അങ്ങനെ ശങ്കരൻ പറയുകയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശിവഭഗവാൻ പറയുകയാണ്, ഓഹോ, അങ്ങനെയാണോ കാര്യം? എന്നാൽ വിഷ്ണുവും ബ്രഹ്മാവും ദേവന്മാരും സപ്തഋഷികളും ഒക്കെ കേട്ടുകൊള്ളുക. നാം ഒരു സത്യദർശനം നിങ്ങളോട് പറയുകയാണ്. പാണിഗ്രഹണം എന്നത് ഒരു ബന്ധനമാണ്. വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള മോചനം അസാധ്യമാണ്. മോക്ഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിഷയങ്ങളെ പരിത്യജിക്കണം. തുടർച്ചയായി മനുഷ്യർ വിഷയങ്ങളെ അനുഭവിക്കുന്നതിനാൽ അവർക്ക് മരണം സംഭവിക്കുന്നു. ഇത്തരം ദോഷങ്ങളെക്കുറിച്ച് നാം ബോധവാനാണെങ്കിലും ലോക കല്യാണത്തിന് വേണ്ടി നിങ്ങളുടെ ഭക്തിയിൽ പ്രസാദിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നാം ഉടനെ സഫലമാക്കുന്നതാണ്. വിവാഹമല്ല നമ്മുടെ ലക്ഷ്യമെങ്കിലും താരകവധത്തിനായി ഒരു ശക്തിമാനായ പുത്രനെ ജനിപ്പിക്കേണ്ടിയിരിക്കുന്നതിനാൽ നാം ഗൗരിയെ പാണിഗ്രഹണം ചെയ്യുന്നതാണ്. ആയതിനാൽ നിങ്ങൾ സന്തോഷ സമേതരായി മടങ്ങിപ്പോകുക. ഇപ്രകാരം തന്റെ നിശ്ചയം ദേവന്മാരെ അറിയിച്ചതിനു ശേഷം ശ്രീ ശങ്കരൻ വീണ്ടും സമാധിയിൽ ലയിച്ചു.
വിഷ്ണുവിനോടൊപ്പം ദേവന്മാരും സപ്തഋഷികളും മടങ്ങിപ്പോയി. മഹായോഗീശ്വരനായ ശ്രീ ഭഗവാന് ഒരു വിവാഹം എന്നത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എന്നാൽ ജീവജാലങ്ങളുടെ ഐശ്വര്യത്തിനും നിലനിൽപ്പിനും വേണ്ടിയും ദുഷ്ടനായ താരകാസുരന്റെ അന്ത്യം കുറിക്കുന്നതിനും പാർവതി അഥവാ പ്രകൃതീശ്വരിയോട് ചേരേണ്ടത് ആവശ്യമാണെന്ന് ധരിച്ചതുകൊണ്ടാണ് ഭഗവാൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു വിവാഹത്തിന് മുതിർന്നത്. പരബ്രഹ്മ സ്വരൂപനും ഓംകാരപ്പൊരുളും സച്ചിദാനന്ദ ജ്യോതിസുമായ സദാശിവന്റെ സങ്കല്പ മലരുകളാണ് ത്രിലോകങ്ങളിലുമുള്ള ജീവികളുടെ ക്ഷേമകാര്യങ്ങൾ നടത്തിക്കുന്നത്. ദയാസാഗരമായ ആ ഭക്തവത്സലിന് വിഷ്ണു, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരുടെ പ്രാർത്ഥനയ്ക്കുചിതമായ ഫലം നൽകാതിരിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഗിരികന്യകയായ പാർവതിയുടെ ഘോര തപസ് ലോകരക്ഷാർത്ഥമാണെന്നും ശ്രീ പരമേശ്വരൻ ഗ്രഹിച്ചു. ഇക്കാരണത്താലാണ് രുദ്രഭഗവാൻ ദേവിയെ വിവാഹം ചെയ്യാൻ ഒരുങ്ങിയത്. അങ്ങനെ ഭഗവാൻ പറയുകയാണ്, ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു ബന്ധനമാണ്. ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷാത്കാരമായിട്ടുള്ള മോക്ഷപദത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അതൊരു ബന്ധനമാണ്. എന്നിരുന്നാലും ദേവന്മാരുടെ ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആ ദുഷ്ടനായിട്ടുള്ള താരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് പാർവതീ ദേവിയെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറാണ് എന്ന് ശിവഭഗവാൻ പറയുകയാണ്. ഇത്രയാണ് ഇന്നത്തെ ഭാഗം. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ, സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ജയ് ശ്രീ ഉമാമഹേശ്വരായ നമഃ. ജയ് ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. ജയ് ശ്രീ സീതാരാമായ നമഃ. ജയ് ശ്രീ രാധാകൃഷ്ണായ നമഃ. നമഃശിവായ. അപ്പം ഭഗവാന്റെ അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശിവപുരാണം എന്ന് പറയുന്നത്. എല്ലാവരും അത് വായിക്കാന്നുള്ളതാണ്. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്നും കൂടെ നോക്കാം. എന്നിട്ട് കുറച്ച് കാര്യം കൂടെ ഞാൻ പറയാം, പോവരുത്. മൻരാജ്, മീന, കാൾമി സുരേഷ്, സുനിൽ ഐ കുമാർ, ഫുഡീസ്, കലാസാഗർ സഞ്ജു, ജമ്മു കാശം, ഷൺമുഖ ട്രാവൽസ്, പ്രതാപ് സ്ട്രാസ്, കുമരേശൻ, മീ പ്രവീൺ SPK. ഹരഹര മഹാദേവ. മഹാദേവന്റെ കാര്യം വെച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ നാൾ ഉത്രാടാണ്. എൻ്റെ അച്ഛൻ്റെ നാള് ഉത്രാടം എന്ന് പറയുന്നത് മഹാദേവന്റെ നാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മഹാദേവനോട് പണ്ടേ ഒരു പ്രത്യേക ഒരു ഭക്തിയുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ നാളും ആ ഒരു നാളായതുകൊണ്ട് എനിക്ക് വളരെയധികം ഒരു ഭക്തിയുണ്ട്. പണ്ടേ ആ ഒരു ഭക്തിയുണ്ട്. ഞങ്ങളുടെ കുറച്ചടുത്ത് തന്നെ കുറച്ച് പോകണം, കുറച്ച് ദൂരമുണ്ട്. അവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. അവിടെ ഇടയ്ക്കൊക്കെ പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, വിവാഹ തടസ്സം, ഞങ്ങൾക്ക് വിവാഹം ഒന്നും നടക്കുന്നില്ല, അങ്ങനെയൊക്കെ കുറേ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുടുംബത്തിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ദിവസം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ പുരുഷന്മാർക്ക് വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് സ്വയംവര അർച്ചന നടത്തുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ മുൻവിളക്ക്, പിൻവിളക്ക് ഇതൊക്കെ ഭഗവാന് നടത്തുന്നത് ഉത്തമമാണ്. പിന്നെ നമ്മുടെ ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജലധാര ശിവഭഗവാന് നടത്തുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സിദ്ധിക്കുന്നു, എല്ലാം ലഭിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഏത് ഭക്തിയിലോട്ട് വരണമെങ്കിലും, എവിടെ നമുക്കൊരു കിട്ടണമെങ്കിലും, നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിച്ചു തരുന്നൊരു ഭഗവാൻ തന്നെയാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്, മഹാദേവൻ എന്ന് പറയുന്നത്. അത്രയും മഹത്വം ഉണ്ട് ഭഗവാന്റെ ആ നാമത്തിന്, ആ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമഃശിവായ എന്നുള്ള മന്ത്രത്തിൽ. അപ്പൊ ആ ഓം നമഃശിവായ മന്ത്രവും നമ്മൾ പറയാന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ എല്ലാവർക്കും ആ കുടുംബത്തിൽ ഐക്യത ഉണ്ടാവാനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും നന്മയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നതാണ്. പിന്നെ നമുക്ക് ചിലർ ചോദിക്കും, ഞങ്ങൾ പലതരത്തിലുള്ള പൂജകൾ നടത്തി വർഷങ്ങളായിട്ട് നമ്മൾ ദേവിയെ ഭജിക്കുന്നു, അല്ലെങ്കിൽ ശിവഭഗവാനെ ഭജിക്കുന്നു, കൃഷ്ണനെ ഭജിക്കുന്നു, നാരായണനെ ഭജിക്കുന്നു, നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോണു, പല കാര്യങ്ങളും ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും തന്നെ നടക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ദുഃഖങ്ങളാണ്, ദുരിതങ്ങളാണ്, ഞങ്ങൾക്ക് തടസ്സങ്ങളാണ്, പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജന്മജന്മാന്തരങ്ങളിൽ എപ്പോഴൊക്കെയോ നമ്മൾ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള ആ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ കർമ്മഫലങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ നാമങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയില്ല നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ പാപങ്ങളാണ് ചെയ്തു കൂട്ടിയത്, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് എന്തൊക്കെ ദുരിതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊന്നും നമുക്കറിയില്ല.
അപ്പം അത് നമുക്ക് ഈ ജന്മത്തിൽ എന്താണെന്ന് അറിയില്ല, ഏതാണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ആ കഴിഞ്ഞ ജന്മം മനസ്സിലാക്കാൻ യോഗയിലൂടെയൊക്കെ ചിലർ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യോഗ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യോഗ മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്കത് അറിയാൻ കഴിയുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ കലികാലത്തിലെ കലിസന്ധരണ നാമായിട്ടുള്ള ഭഗവാന്റെ ഓം നമഃ ശിവായ പറയുന്നതിനോടൊപ്പം തന്നെ കലിസന്ധരണ നാമായിട്ടുള്ള ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ള നാമം പറയാം. പിന്നെ കൃഷ്ണക്ഷേത്രത്തിലും പോവാന്നുള്ളതാണ്. ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഒക്കെ പോകുന്നതിനോടൊപ്പം കൃഷ്ണക്ഷേത്രത്തിലും കൂടെ ദർശനം നടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ഭഗവാനോട് ഈ ദുരിതങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ഈ സംസാര സാഗരത്തിൽ നിന്ന്, ഈ കലികാലത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ആ ഇതിൽ നിന്നെല്ലാം വിടുവിച്ച് ഭഗവാനിലേക്ക് ആ ഒരു കോൺസെൻട്രേഷൻ തന്നിട്ട് ഭഗവാനിൽ ഒരു അഭയം തരാൻ വേണ്ടിയിട്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. ഈ ഭൂമിയിലുള്ളതെന്ന് പറയുന്നത് ഒന്നും ശാശ്വതമല്ല. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നശ്വരമാണ്, അത് എപ്പോൾ വേണമെങ്കിലും നശിക്കാവുന്നതാണ്. ആ സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നില്ല, ഇല്ലാത്തവനെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ആ ഉള്ളവൻ ഒരിക്കലും അവൻ നല്ലവനാവുകയില്ല. അവൻ എന്നായാലും ആ പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഒരു സമയത്ത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വീട്, സ്വത്ത്, കാറ്, പണം, കുറെ സുഹൃത്തുക്കള്, അല്ലെങ്കിൽ കുറെ തെറ്റായ സുഹൃത്തുക്കള്, കുറെ മദ്യപാനം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, പലതരത്തിലുള്ള ശാരീരിക ബന്ധത്തിലെടുപ്പ്, ഇത് ഈ പറയുന്ന ഇങ്ങനെയുള്ള തെറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് നമുക്ക് ബന്ധനമാണ്. അതിൽ ഒരു നിമിഷ നേരത്തേക്കുള്ള ഒരു സുഖം, അല്ലെങ്കിൽ നിമിഷ നേരത്തേക്കുള്ള കുറച്ച് നാളുകളിലേക്കുള്ള ഒരു ഇത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ അതിലൂടെ നമുക്ക് ഒരിക്കലും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ അറിയാൻ കഴിയില്ല. ഒന്നും അല്ല എന്ന് വിചാരിക്കുക. ഈ പറയുന്ന ഈ ഭൗതികത എന്ന് പറയുന്നത് നമ്മൾ വിട്ടുകളയുക എന്നുള്ളതാണ്. ഭൗതികതയിൽ നമ്മൾ പോവാതിരിക്കുക എന്നുള്ളതാണ്. ഭൗതികതയിൽ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, അത് മാത്രം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലാതെ തെറ്റിലേക്കൊന്നും പോവാതിരിക്കുക എന്നുള്ളതാണ്. തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തെറ്റുകൾ ചെയ്ത് ആ തെറ്റിലോട്ട് തന്നെ പോയി അവസാനം നമുക്ക് ആ ഭഗവാനെ നമ്മൾ മറന്നുപോകും. പിന്നെ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം കിട്ടില്ല. പിന്നെയും നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് ഇങ്ങനെ ജനിച്ച് മരിച്ച് ജനന മരണ ചക്രങ്ങളിൽ അകപ്പെട്ട് ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ നമുക്കിനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അത് എന്ത് ജന്മം കിട്ടുമെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. മനുഷ്യജന്മം തന്നെ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ മായയെ നീക്കിയിട്ട് നമുക്ക് ആ ഭൗതികതയിലൊന്നും പണത്തിലോ സ്വത്തിലോ പ്രതാപത്തിലോ സ്ത്രീജനങ്ങളിലോ അല്ലെങ്കിൽ പുരുഷജനങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള ലഹരി വസ്തുക്കളിലോ ഇതിലൊന്നിലും നമുക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു ഇത് തരാതെ, അതിലൊന്നും ഒരു ആഗ്രഹം തരാതെ, അതിൽ നിന്നെല്ലാം നമ്മളെ മാറ്റി നിർത്തിയിട്ട് ഭഗവാനിലേക്ക് ആ ഒരു അഭയത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു അവസരം തരണേ ഭഗവാനേ എന്ന് ആ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ഭഗവാനായാലും ഭഗവതി ആയാലും ശരി തന്നെ, ആ ഭഗവാനോട് ഭഗവതിയോട് നമ്മൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവിടെയാണ് ഭഗവാൻ നമ്മളെ പ്രസാദിക്കുന്നത്. അവിടെയാണ് നമുക്ക് അന്ന് മുതലാണ് നമ്മൾ ആ ഭഗവാനെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ ഭൗതികത, ഈ കാണുന്ന ജനങ്ങളും അല്ലെങ്കിൽ ഈ കാണുന്ന വീമ്പിളക്കി നടക്കുന്നവരും അല്ലെങ്കിൽ ഈ കാണുന്നവരുടെ മുമ്പിൽ നമ്മൾ വലിയ നിലയിൽ ആവണമെന്ന് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളതും അല്ല നമ്മുടെ ജീവിതം. അതൊന്നും അല്ല. നമുക്ക് ഭഗവാനാണ് വലുതെന്നുള്ള സത്യം മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നില്ലേ? അവരൊക്കെ എന്ത് വലിയ നിലയിലിരുന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. എന്നായാലും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. എന്നായാലും സത്യത്തിന് മാത്രമേ വില ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരാൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ അവസാനം പിടിക്കുക. അത് ഏതൊരു നാളായാലും ശരി തന്നെ, അത് സത്യം ഭഗവാൻ എന്നുള്ള സത്യമാണെങ്കിൽ അത് ഏതൊരു നാളായാലും അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ മായ നീങ്ങിക്കഴിയുമ്പോൾ ആ സത്യം പുറത്തു വരും എന്നുള്ളത് ഏറ്റവും പരമമായിട്ടുള്ള സത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം കലികാലത്തിന്റെ കുറച്ച് പോർഷൻ ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി പോകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറമായിരിക്കും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യേണ്ട കാര്യം ഭഗവത് സാക്ഷാത്കാരം മാത്രമാണ്. ഇനി ഈ ഒരു ഭഗവത് സാക്ഷാത്കാരം, ഈ ഒരു ഭക്തി മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് മനുഷ്യന് ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊരു അവസ്ഥ വരും.
ആ ഒരു സാഹചര്യം വരും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇനി പലതരത്തിലുള്ള രോഗങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മുല്ലപ്പെരിയാർ, വേറൊരു പ്രശ്നം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ കാര്യം എല്ലാവരും മറന്നു. നമുക്ക് അറിയില്ല അത് എന്താ ഏതാന്നൊന്നും അറിയില്ല. അപ്പൊ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ, ആ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ ഹരേ കൃഷ്ണ നാമമൊക്കെ നമുക്ക് പറയാം. ഓം നമ ശിവായേയും ഓം നമോ നാരായണയും അതുപോലെ അമ്മേ നാരായണ എല്ലാ നാമങ്ങളും നമുക്ക് പറയാം. ഹരേ കൃഷ്ണ നാമം ഒരുപാട് ജപിക്കുക. നിങ്ങളെ കൊണ്ട് എത്രയൊക്കെ പറ്റുമോ അത്രയും നാമം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഇത് ജപിക്കാന്നുള്ളതാണ്. അത്രയും ജപിക്കുക നിങ്ങൾ. എത്ര പറ്റുമോ, എത്ര നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മാല ജപിക്കാൻ പറ്റുമോ അത്രയും മാല, ഒരു മാല എടുത്തിട്ട് ആ മാലയിൽ നിങ്ങൾ ജപിക്കുക ഈ മന്ത്രം. എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രയും നിങ്ങൾ പറയാന്നുള്ളതാണ്. ഈ ഒരു മന്ത്രജപത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലാതെ നമുക്ക് ഈ കലികാലത്ത് നിന്ന് യാതൊരു രക്ഷയും നമുക്കില്ല. അതുകൊണ്ട് ആ ഭഗവാനെ സാക്ഷാത്കരിക്കുക, അതിന് വേണ്ടിയിട്ടായിരിക്കണം. അതൊരു ചെറുപ്പമാണ്, ഞാൻ ചെറുപ്പമാണല്ലോ, എനിക്ക് പിന്നെ പല ആഗ്രഹങ്ങളില്ലേ, അങ്ങനെ ഇങ്ങനെ നിങ്ങളത് ചിന്തിക്കേ വേണ്ട. നിങ്ങൾ അങ്ങനെ പല ആഗ്രഹങ്ങളുടെ പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വല്ല പടുകുഴിയിലും ചെന്ന് വീഴാനും ചാൻസ് ഉണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരെയും ഒന്നിനെയും വിശ്വസിക്കാനോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാനോ ഒന്നിനും നമുക്ക് കഴിയുന്ന കാലഘട്ടമല്ല ഈ കലികാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാനും പ്രവർത്തിക്കാനും ആയിട്ട് തുനിയേണ്ടത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇവരൊക്കെ ഇത് എത്രയോ നാളുകൾക്ക് മുമ്പേ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റുകളൊക്കെ ആയിരിക്കും അല്ലേ. അതപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അത് പുറത്തു വന്നത്. അപ്പം നിങ്ങൾ നോക്കുക, അവർക്ക് എന്ത് നാണക്കേടായി അല്ലേ. അപ്പം അതുപോലെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കണം. മനുഷ്യര് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല പല കാര്യങ്ങളും കാണിച്ചു തരുന്നത്. നമ്മുടെ കൺമുമ്പിൽ തന്നെ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ കാണിച്ചു തരുന്നത് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത്. അത് മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും നല്ലവരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനിലേക്ക് വരിക, എല്ലാവരും ഭഗവാനിലേക്ക് ഭഗവതിയിലേക്ക് വരിക. എല്ലാവരും ആ ഭഗവാന്റെ ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം. എല്ലാവരും ആ ഭക്തിയിലേക്ക് വരിക, വന്നിട്ട് ഭഗവത് സാക്ഷാത്കാരം നേടുക. ഭഗവാനിലെ അഭയം, ഭഗവാനിലൊരു സേവകനായിട്ടോ സേവകയായിട്ടോ അല്ലെങ്കിൽ ഭഗവാനിലൊരു അഭയത്തിന് വേണ്ടിയിട്ട് ഭഗവാനോട് മനസ്സുരുക്കി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ.